സർ, ഈ ഇസ്രയേലിലെ അവർക്ക് വേണ്ട ആയുധം നിർമ്മിക്കാനായി ഇസ്രയേൽ രാജ്യം യൂറോപ്പ് വിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് കേൾക്കുന്നു. നമ്മുടെ ഇന്ത്യയിൽ ആയുധ നിർമ്മാണ കമ്പനികൾ നിരവധിയാണ്. അവർ കൃത്യമായി ആയുധ നിർമ്മാണം ചെയ്യുന്ന ഒരു രാജ്യം കൂടെയാണ് ഇവിടുത്തെ ജോലി ചെയ്യുന്നവർ, ആ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ. അപ്പോൾ ഈ യൂറോപ്പിൽ നിന്ന് അവർ വിട്ട് ഇന്ത്യയിലേക്ക് ആയുധം നിർമ്മിക്കാനായി ഇസ്രയേൽ വരുന്നതിൻ്റെ കാരണമെന്ത്? അതുകൊണ്ട് ഇന്ത്യക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് പ്രതിരോധ ജേണലുകൾ, പ്രതിരോധ മാസികകളിലൊക്കെ ഒരു വാർത്ത വന്നിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്രയേൽ കമ്പനികളുടെ ആയുധ അല്ലെങ്കിൽ പടക്കോപ്പ്, ഇവ രണ്ടും നിർമ്മിക്കുന്ന ഫാക്ടറികൾ അവർ യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്ക് പുനഃസ്ഥാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് ഒന്നും രണ്ടുമല്ല, ഇസ്രായേലിലെ മിക്കവാറും എല്ലാ കമ്പനികൾക്കും യൂറോപ്പ് വിട്ട് ഇന്ത്യയിലേക്ക് വരാനാണ് താല്പര്യം. അത് ഒരേ സമയം യൂറോപ്പിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിലും ഇസ്രായേൽ അതിൽ നിന്ന് പിന്മാറുന്ന ലക്ഷണമില്ല എന്നാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം തോന്നാം, എന്തുകൊണ്ടാണ് യൂറോപ്പ്, തൊട്ടടുത്ത രാജ്യങ്ങളാണ് യൂറോപ്പ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ വെസ്റ്റ് ഏഷ്യയിലാണ്, യൂറോപ്പിൻ്റെ അതിർത്തിയിലാണ്, തൊട്ട് അടുത്ത് തന്നെയാണ് യൂറോപ്പ്, മെഡിറ്ററേനിയൻ. അപ്പോൾ അവർക്ക് യൂറോപ്പിൽ സ്ഥാപിക്കുന്നതല്ലേ അവർക്ക് സൗകര്യം. പക്ഷെ അതിനൊരു കാരണം, ഈ പല യൂറോപ്യൻ രാജ്യങ്ങളും ആവശ്യമില്ലാതെ UN ഒക്കെ ഇസ്രായേലിനെതിരെ പല ഉപരോധങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും യൂറോപ്യൻ രാജ്യങ്ങൾ അത് പൂർണ്ണമായിട്ട് അങ്ങ് അനുസരിക്കും. ഇസ്രായേലിന് പല സബ് സിസ്റ്റംസ് എന്ന് പറയും, അതായത് ആയുധങ്ങൾ ഇന്ന് ലോകത്തിൽ സപ്ലൈ ചെയിൻ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് എല്ലാം നിർമ്മിക്കുന്നത്. ആയുധം തൊട്ട് മറ്റ് എന്ത് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ തൊട്ട് കമ്പ്യൂട്ടറുകൾ തൊട്ട്, അതായത് എല്ലാം അങ്ങനെയാണ് നിർമ്മിക്കുന്നത്. ഓരോ ഭാഗവും ഓരോ സ്ഥലത്ത് നിർമ്മിച്ച് അവസാനം ഒരിടത്ത് വന്ന് അതെല്ലാം കൂട്ടിച്ചേർത്ത് അന്തിമ ഉൽപ്പന്നമായിട്ട് മാറുക. അപ്പോൾ ഇവിടെ ഉള്ള ഒരു പ്രശ്നം, പല യൂറോപ്യൻ രാജ്യങ്ങളും ഈ ഘടകങ്ങൾ, സബ് സിസ്റ്റംസ്, ഇതൊക്കെ ഇസ്രയേലിന് വിൽക്കുന്നതിൽ ഈ UN ഉപരോധങ്ങളും അല്ലെങ്കിൽ മറ്റ് ചില പ്രതിസന്ധികളുമൊക്കെ ഇവരെ പലപ്പോഴും വേണ്ട രീതിയിൽ ഇസ്രായേലിന് അവരുടെ തന്നെ കമ്പനികളിലെ ഉൽപ്പന്നങ്ങൾ തിരികെ കൊണ്ടുവരാൻ ഇസ്രായേലിന് സാധിക്കാതെ വരും. ഇത് ഇസ്രായേലിന് വലിയൊരു പ്രതിസന്ധിയാണ്. ഇപ്പോൾ ചെറിയ രാജ്യങ്ങളായ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരിക്കലും UN-ൻ്റെ ഒന്നും ഉപരോധ നിർദ്ദേശങ്ങളെ അല്ലെങ്കിൽ ആജ്ഞകളെ ഒരു തരത്തിലും വയലേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല. അപ്പോൾ ഇസ്രായേൽ നോക്കുമ്പം ഇതിനേക്കാളൊക്കെ വളരെ മെച്ചമാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നാൽ. കാരണം ഇന്ത്യ അങ്ങനൊന്നും പലരുടെയും താക്കീതുകളൊന്നും അംഗീകരിക്കാറില്ല. ഇപ്പം അമേരിക്ക തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് പറഞ്ഞാലും ഇന്ത്യ ഈ കഴിഞ്ഞ നവംബറിലും അതിന് തൊട്ട് മുമ്പലത്തെ മാസത്തേക്കാൾ കൂടുതൽ എണ്ണ വാങ്ങിച്ചുകൊണ്ടാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ അങ്ങ് വരുതിക്ക് നിർത്താൻ ആർക്കും പറ്റില്ല. പിന്നെ രണ്ടാമത് അതാണ് ഇസ്രായേലിനെ ആകർഷിക്കുന്ന ഒരു ഘടകം. പിന്നെ രണ്ടാമത് ഈ സ്കിൽഡ് വിദഗ്ധ തൊഴിലാളികളുടെ ലഭ്യത. യൂറോപ്പിനെ സംബന്ധിച്ച് വിദഗ്ധ തൊഴിലാളികളുടെ ലഭ്യതയുണ്ട്, പക്ഷെ അതിനേക്കാൾ വിദഗ്ധ തൊഴിലാളികൾ ഇന്ത്യയിൽ ലഭ്യമാണ്. അപ്പം യൂറോപ്പിൽ നിന്ന് മാറ്റുന്നത് കൊണ്ട് അവർക്ക് നഷ്ടമില്ല, ലാഭം ഉണ്ടാവും. അതാണ് വേറൊരു വിഷയം. പിന്നെ മറ്റൊരു ഗുണം, ഇന്ത്യയിൽ ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാൽ കുറേയൊക്കെ ഇന്ത്യയിൽ തന്നെ വിൽക്കാം. കാരണം ഇന്ത്യയിൽ ഇപ്പം തന്നെ നിരവധി ഇന്ത്യയുടെ ആയുധങ്ങളിൽ ഒരു നല്ല ശതമാനം റഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നമ്മൾ വാങ്ങുന്നത് ഇസ്രായേലിൽ നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കുറച്ച് ഇന്ത്യയിൽ വിൽക്കാനുള്ള സാധ്യതയും ഈ കമ്പനികൾക്കുണ്ട്. പിന്നെ മാത്രവുമല്ല, ഇന്ത്യയും ഇസ്രായേൽ കമ്പനികളും തമ്മിലുള്ള സംയുക്ത സംരംഭങ്ങൾ വളരെ വിജയകരമായിട്ട് ഈ കഴിഞ്ഞ കാലയളവിൽ നടന്നു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദാനി ഡിഫൻസും ഇസ്രായേലിലെ എൽബിറ്റ് സിസ്റ്റംസും ചേർന്നുള്ള ഈ ഡ്രോൺ നിർമ്മാണം. ഹെർമിസ് 900 എന്നൊരു ഡ്രോണുണ്ട് ഇസ്രായേലിൽ. ആ ഹെർമിസ് 900 ഡ്രോണ് ആയുധങ്ങൾ, ഒരു കോമ്പാറ്റ് ഡ്രോണാണ്, ആയുധങ്ങൾ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ഡ്രോണാണ്. വെറും നിരീക്ഷണ ഡ്രോണല്ല. ആ ഡ്രോൺ അദാനി സിസ്റ്റംസ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു പുതിയ പേരിലാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. ദൃഷ്ടി 10
എന്ന പേരിൽ അവർ നിർമ്മിക്കുകയും നമ്മുടെ നാവികസേനയും കരസേനയും ഇപ്പോൾ തന്നെ ഈ ഡ്രോണുകൾ വാങ്ങിക്കുന്നു. ഈ കഴിഞ്ഞ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ, ഇസ്രായേൽ ഹെസ്ബള്ള യുദ്ധത്തിൽ ഇന്ത്യയിൽ നിന്നും വലിയ രീതിയിൽ പടക്കോപ്പുകൾ ഇസ്രായേലിലോട്ട് കൈമാറി എന്നുള്ള വാർത്ത നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ചില കപ്പലുകൾ നിറയെ പടക്കോപ്പുകളുമായിട്ട് ഇന്ത്യയിൽ പോയി. അതിൻ്റെ ഒപ്പം ഈ ഡ്രോണുകളും, ഹെർമിസ് ഡ്രോണുകളും ഇന്ത്യയിൽ നിർമ്മിച്ചിട്ട് ഈ എൽബിറ്റ് ഇസ്രായേലിന് കൈമാറിയിരുന്നു. മാത്രമല്ല, ഈ ഇന്ത്യയിൽ നിർമ്മിച്ച പടക്കോപ്പുകളുടെ ക്വാളിറ്റി ഒക്കെ വളരെ മികച്ചതാണെന്ന് അവരെ യുദ്ധത്തിൽ അവർ തിരിച്ചറിയുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയിൽ അവർക്ക് ധൈര്യമായിട്ട് വന്ന് അവരുടെ ഫാക്ടറികൾ ഇന്ത്യയിൽ തുറന്നിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ച് അവർക്ക് ഉപയോഗിക്കുകയും ചെയ്യാം, ഇന്ത്യക്ക് വിൽക്കുകയും ചെയ്യാം. മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കാനായി ഒരു ജോയിന്റ് വെഞ്ചർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇന്ത്യ ഒരു ഉൽപ്പാദന കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് വിദേശ രാജ്യങ്ങൾക്ക് ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിക്കും. ഈ ഒരു മെച്ചമാണ് അവർക്ക് ഈ കുറേ നാളുകൾ കൊണ്ടുള്ള ഇന്ത്യയുമായിട്ടുള്ള അടുപ്പത്തിൽ നിന്നും അവർ തിരിച്ചറിയും. ഇത് ശരിക്കും ഈ ഇന്ത്യ ഇസ്രായേൽ സഹകരണം ഇതിൽ മാത്രം, ഞാനീ പറഞ്ഞ ഡ്രോണിന്റെ മേഖലയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഒരുപാട് മേഖല, ഇപ്പം നിങ്ങൾ കേട്ട് കാണും ബറാക്ക് വ്യോമ പ്രതിരോധ സംവിധാനം. ആ ബറാക്ക് വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യയും ഇസ്രായേലും ചേർന്ന് സംയുക്തമായി നിർമ്മിച്ചതാണ്. ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ അത് വളരെ വിജയകരമായിട്ട് ഇന്ത്യ അത് ഉപയോഗിച്ചു. ഇന്ത്യക്ക് 3 ലെയേർഡ് ആയിട്ടുള്ള ഒരു വ്യോമ പ്രതിരോധ മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. ഏറ്റവും ദൂരെ വെച്ചിട്ട് മിസൈലുകളെ പ്രതിരോധിക്കുന്ന S-400 ഉപയോഗിച്ചാണ്. അതിന് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 200 കിലോമീറ്റർ തൊട്ട് അടുത്ത് വരെ എത്തുന്ന ഡ്രോണുകളെ ആയാലും വിമാനങ്ങളെ ആയാലും മിസൈലുകളെ ആയാലും ഒക്കെ പ്രതിരോധിക്കുന്നത് ബറാക്ക് സിസ്റ്റം ഉപയോഗിച്ചാണ്. ഈ ബറാക്ക് സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായിട്ട് വികസിപ്പിച്ചെടുക്കുകയും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുകയും ചെയ്യുന്നതാണ്. അത് ഇസ്രായേലിലോട്ടും നമ്മൾ കയറ്റുമതി ചെയ്യുന്നു. അപ്പോൾ ആ ബറാക്ക് സിസ്റ്റം വളരെ വിജയകരമായിരുന്നു ഇവിടെ നമ്മൾ പ്രയോഗിച്ചിരുന്നു. അപ്പോൾ അത് വേറൊരു മേഖല. ഇനി മറ്റൊരു മേഖല, അത് റഫാൽ എന്ന് പറഞ്ഞൊരു ഇസ്രായേൽ കമ്പനി, ദസോൾട്ട്, മറ്റേ ഫ്രഞ്ച് കമ്പനി അല്ല, ദസോൾട്ട് അല്ല, വേറൊരു റഫാൽ സിസ്റ്റംസ് എന്ന് പറഞ്ഞൊരു ഇസ്രായേൽ കമ്പനിയുണ്ട്. ആ കമ്പനിയാണ് അവ നിർമ്മിക്കുന്നത്. അതുപോലെ ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് സർക്കാരിൻ്റെ സ്ഥാപനമാണ്, നമ്മുടെ DRDO പോലുള്ള സ്ഥാപനമാണ്. അവരും ഇന്ത്യൻ കമ്പനികളുമായിട്ട് ചേർന്ന് നിർമ്മാണം നടത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നെഗേവ് എന്ന് പറയുന്ന ലൈറ്റ് മെഷീൻ ഗണ്ണ്, അതുപോലെ റൈഫിളുകളായിട്ടുള്ള അത് ടവേറ X-95, അറാദ്, കാർമൽ, ഇതെല്ലാം അസോൾട്ട് റൈഫിൾസ് ആണ്. അപ്പോൾ ഈ റൈഫിളുകളൊക്കെ തന്നെ ഇപ്പോൾ ഇന്ത്യ നിർമ്മിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 45,000 നെഗേവ് LMG ഇന്ത്യൻ സൈന്യത്തിന് അവരിപ്പം 1-2 മാസത്തിനുള്ളിൽ കൈമാറും. അതിൻ്റെ ആദ്യ കോട്ടയാണത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സർവ്വമേഖലകളിൽ സ്മോൾ ആംസ് എന്ന് പറയുന്ന ചെറിയ ആയുധങ്ങൾ, അതായത് റൈഫിളുകൾ, അതുപോലെ ചെറിയ റോക്കറ്റുകൾ തുടങ്ങി മിസൈൽ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്ന നിലയിലേക്ക് വരെ ഇസ്രായേൽ ഇന്ത്യ സംയുക്ത സംരംഭങ്ങൾ വിജയകരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു അനുഭവം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൽ അവർക്ക് താല്പര്യം ജനിപ്പിക്കുന്നത് ഈ ഒരു അനുഭവമായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രവുമല്ല, ഈ ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന പദ്ധതിയുമായിട്ട് വളരെ യോജിച്ച് നിൽക്കുന്നതാണ് ഇസ്രായേലിൻ്റെ ഈ ഒരു ആവശ്യം. പിന്നെ ആകെ ഇവിടെ ഉള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഇന്ത്യയിൽ വന്നാൽ പ്രവർത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടിലെ 1,000 നിയമങ്ങളാണ്. അതായത് വിദേശ നിക്ഷേപം ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിനും സംയുക്ത സംരംഭങ്ങളെ നിയന്ത്രിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ട് ഇന്ത്യയിൽ. ഈ നിയമങ്ങൾ എന്ന് പറയുന്നത് സർവ്വതും കുരുക്കാണ്. ബോട്ടിൽ നെക്കുകൾ, അതായത് കുപ്പിക്കഴുത്തുകൾ ഉണ്ടാക്കുന്നു, ചുവപ്പ് നാടകൾ, ഇതൊക്കെയാണ്. ഇത് പക്ഷേ ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പം ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്താനും നിലവിലുള്ള നിയമങ്ങൾ ഭേദഗതി ചെയ്യാനും തയ്യാറായി വന്നതോടുകൂടി അക്കാര്യത്തിൽ ഒരുപാട് പുരോഗതി വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ നിലവിൽ നിൽക്കുന്ന 100 നിയമങ്ങളാണ്. ഇപ്പോൾ ഒരു സംസ്ഥാനത്ത് നിന്നാൽ അവിടെ വേറൊരു നിയമം വരും. ചിലപ്പം ലോക്കൽ ബോഡീസിൻ്റെ, പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ അതുപോലുള്ള നിയമങ്ങളുണ്ടാവും. അങ്ങനെ പല തലത്തിലുള്ള നിയമങ്ങൾ, അത് പലപ്പോഴും വിദേശ നിക്ഷേപത്തിന് ചില തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരം നിയമങ്ങളൊക്കെ ഭേദഗതി ചെയ്യുക വളരെ എളുപ്പമായിട്ട് ഉള്ള ഒരു സംവിധാനങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു തമിഴ്നാട് സർക്കാരൊക്കെ അക്കാര്യത്തിൽ വളരെ മാതൃകകൾ സൃഷ്ടിച്ചിട്ടുണ്ട്.
ഫോക്സ്കോൺ എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ഡെസ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് സ്റ്റാലിൻ. അതായത് ഒരു ക്ലാർക്കും രണ്ട് ക്ലാർക്കും ഒരു സെക്ഷൻ ഓഫീസറും ഉള്ള ഒരു ഡെസ്ക് ഈ ഫോക്സ്കോൺ കമ്പനിയുടെ ആവശ്യങ്ങൾ മാത്രം നോക്കാൻ അവർ ഇരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് എന്താണ് മെച്ചമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കമ്പനി ആയിരക്കണക്കിന് തമിഴന്മാർക്ക് ജോലി കൊടുക്കുകയാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമാണ് അവിടെ വരുന്നത്. ഈ നിക്ഷേപം ഒരു കാരണവശാലും പുറത്തോട്ട് പോകരുത് എന്നുള്ളതുകൊണ്ട് ഇപ്പം സംസ്ഥാനങ്ങളിൽ, കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഇത്തരം ഒരു മത്സര ബുദ്ധിയോടാണ്. തമിഴ്നാടും കർണാടകയും തമ്മിൽ ഭയങ്കര മത്സരമാണ് ഈ വ്യവസായങ്ങൾ കൊണ്ടുവരാൻ. അതിനിടയ്ക്ക് ഈ ചന്ദ്രബാബു നായിഡു വന്നതിന് ശേഷം ഈ രണ്ട് സംസ്ഥാനത്തിനേക്കാളും മെച്ചപ്പെട്ട സൗകര്യങ്ങളാണ് ആന്ധ്ര ഓഫർ ചെയ്യുന്നത്. ഉത്തർപ്രദേശും ഒക്കെ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ യോഗി ആദിത്യനാഥ് ഒരു ഡിഫൻസ് കോറിഡോർ ഉണ്ടാക്കിയിട്ട് അവിടെ വരുന്നവർക്ക് ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഒരൊറ്റ ഓഫീസിൽ പോയാൽ മതി, ഏത് കാര്യവും സാധിക്കും. വേറെ റവന്യൂ തൊട്ട് പരിസ്ഥിതി വരെയുള്ള പിന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രതിനിധികൾ ഒരു ഓഫീസിൽ തന്നെ ഇരുന്നുകൊണ്ട് അവിടെ ഇരുത്തും. ഒരു ഹാളിൽ ഇരുത്തിക്കൊണ്ട് അവിടെ വെച്ച് സർവ്വതും തീരുമാനിക്കപ്പെടും. അവിടെ തന്നെ ഒരു സെക്രട്ടറിയാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഈ വരുന്ന ഒരു ലേസൺ ഓഫീസർ ആയിരിക്കുമല്ലോ വരുന്നത്. അയാളെ സംബന്ധിച്ച് കെട്ടിടം കയറി മാറി നടക്കണ്ട. അയാൾക്ക് ഒരൊറ്റ ഓഫീസിലോട്ട് ചെന്നാൽ അവിടെ ഇരുന്ന് കാര്യങ്ങൾ. പിന്നെ മാത്രമല്ല, ഇതിന്റെ എല്ലാം തലപ്പത്ത് ഒരു സെക്രട്ടറി ആയിരിക്കും, ഒരു IAS കാരനായിരിക്കും ഇരിക്കുന്നത്. ഒരു നോഡൽ ഓഫീസർ ആയിരിക്കും അദ്ദേഹം. ആ നോഡൽ ഓഫീസർ ഈ വകുപ്പുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പോലും അദ്ദേഹം പരിഹരിക്കും. ഒരു സീനിയർ IAS ഓഫീസർ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ട് ഈ നിയമ കുരുക്കുകളെ മറികടക്കാൻ മറ്റു സംസ്ഥാനങ്ങൾ കഴിയുന്നത്. എന്തായാലും ശരി, ഇസ്രായേൽ ഈ വൻതോതിൽ ഇന്ത്യയിൽ നിക്ഷേപിക്കുമ്പോൾ നമുക്കുള്ള ഒരു ഗുണം അവിടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം, സമയം കഴിയുന്നു. നമുക്കുള്ള ഒരു ഗുണം, ഈ അത്യന്താധുനിക സാങ്കേതിക വിദ്യകൾ മുഴുക്ക നമുക്ക് വരികയാണ്. പിന്നെ ഈ ഇസ്രായേൽ നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെടുന്ന രാജ്യമായതുകൊണ്ട് നമ്മുടെ പടക്കോപ്പുകളും ആയുധങ്ങളും എങ്ങനെയാണ് യഥാർത്ഥ യുദ്ധത്തിൽ പെർഫോം ചെയ്യുന്നതെന്ന് അറിയാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ തലത്തിലും ഇന്ത്യക്ക് ഈ സഹകരണം കൊണ്ട് പ്രയോജനമേ ഉള്ളൂ. മാത്രമല്ല, ഇത് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കും. ഇതിൻ്റെ എക്സ്പോർട്ടിൽ നമുക്കും ഒരു പങ്കാണ് കിട്ടുന്നത്, ഇസ്രായേലിനും അതിൻ്റെ ഒരു ലാഭവിഹിതം കിട്ടും. അങ്ങനെ പലതരത്തിൽ മെച്ചമുള്ള ഒരു പരസ്പര സഹകരണത്തിൻ്റെ ഒരു പുതിയ മേഖല തുറന്നു വരികയാണ്. എന്തായാലും ലോകമാകെ തന്നെ അതിൻ്റെ പ്രത്യേകിച്ച് പ്രതിരോധ വ്യവസായങ്ങൾ ഇന്ത്യയെ ഒരു നിർമ്മാണത്തിൻ്റെ ഹബ്ബായിട്ട് ഇന്ത്യയെ കാണുന്നു എന്നുള്ളത് ഇന്ത്യക്ക് വലിയൊരു മെച്ചമായിട്ടാണ് ഞാൻ കാണുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ സമീപിക്കാം. താങ്ക് യു സർ.